കെ.എം. ഷാജി മീഡിയ വണ്ണുമായി സംസാരിച്ചു. അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാടുകളാണ് യു.ഡി.എഫിനെ നയിക്കേണ്ടതെന്നാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നതെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ കെ.എം. ഷാജി പറയുന്നു. പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന നിലപാടുകളിൽ മുസ്ലിം ലീഗിന് പൂർണ്ണ സംതൃപ്തി ഉണ്ടെന്നാണ് കെ.എം. ഷാജിയുടെ പക്ഷം. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷവും സതീശൻ എടുക്കുന്ന നിലപാടുകളിലാണ് യു.ഡി.എഫ് പോകേണ്ടത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. വി.ഡി. സതീശൻ രാഹുൽ ഗാന്ധിയുടെ മിനിയേച്ചറാണെന്നും ലീഗ് നേതാവ് കെ.എം. ഷാജി പറഞ്ഞു വെക്കുന്നു. മീഡിയ വണ്ണിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു കെ.എം. ഷാജി. ഗംഭീരമായ ഒരു നായകത്വം വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിന്റെ തുടർച്ച ഉണ്ടാവണം എന്നാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ രാഹുൽ ഗാന്ധി ഒരു പരിധി വിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു ലീഗുകാരൻ തന്നെ എന്നെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തോടുള്ളൊരു ബഹുമാനവും ആദരവും ഒക്കെ തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എടുക്കുന്ന സമീപനങ്ങളിലെ സത്യസന്ധതയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയായി തന്നെയാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നിൽക്കുന്നത്. ശരിക്കെന്താണോ അദ്ദേഹത്തിൻ്റെ മിനിയേച്ചറാണ്. രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ടാണോ ഞാനടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്നത്, അങ്ങനെ അംഗീകരിക്കാവുന്ന സകലമാന ഗുണങ്ങളും ഇന്ന് സതീശൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങൾക്ക് ശേഷവും ആ നായകത്വത്തിന്റെ തുടർച്ച ലീഗിലെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടോന്നാണ്. തീർച്ചയായിട്ടും ലീഗ് ആഗ്രഹിക്കുന്നു. ലീഗ് അത് വേണ്ടെന്ന് പറയേണ്ടത് കോൺഗ്രസ് അല്ലേ? ഞങ്ങൾ തീർച്ചയായിട്ടും അവർ നിന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സതീശൻ എടുക്കുന്ന നിലപാടുകളോടൊപ്പം നിൽക്കുന്ന നിലപാടുകളാണ് കേരളത്തിൻ്റെ ആ കാലത്തും യു.ഡി.എഫിനെ നയിക്കേണ്ടത്. അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പാർട്ടിയുടെ പ്രധാന ഭാരവാഹിത്വം ലഭിച്ചാൽ നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല എന്നാണ് കെ.എം. ഷാജിയുടെ നിലപാട്. പാർട്ടിയെ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റിപ്പണിയാൻ പലതും ചെയ്യാനുണ്ടെന്നാണ് ഷാജി പറയുന്നത്. മത്സരിക്കണോ എന്ന കാര്യം പാർട്ടി പറഞ്ഞിട്ടില്ല. മത്സരിക്കാനായി ഒരു മണ്ഡലവും നോക്കി വച്ചിട്ടില്ല എന്നുകൂടി പറയുന്നു. ഏത് സീറ്റിലും മത്സരിക്കാം, പാർട്ടി പറഞ്ഞാൽ ഏത് സീറ്റിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് കൂടി കെ.എം. ഷാജി മീഡിയ വണ്ണിനോട്. അത് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെ അങ്ങനെ മത്സരിക്കുകയാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തം കിട്ടിയാൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയായിട്ട് അത് ഏറ്റെടുക്കും. അതിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു പാക്കേജ് പാർട്ടിയോട് പറയുന്നുണ്ട്. ഒരു പാർട്ടിയുടെ പൊസിഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളത് അത് നിർവഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ടാണ്. ഇരവിപുരം, അഴീക്കോട് ഒക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. പാർട്ടി പൊസിഷനിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതൊരു രസമുള്ള പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സമയം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ഞാൻ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന എൻ്റെ ഒരു കാലയളവ്. സെക്രട്ടറിയായി, പിന്നെ പ്രസിഡൻ്റായി, അതായിരുന്നു എനിക്കതാണ് ഇപ്പോഴും ഇഷ്ടം. പാർട്ടിക്കകത്ത് പാർട്ടിയെ സ്ട്രക്ചറലൈസ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. പുതിയ കാലത്തോട് സംവദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ കുറേ കൂടെ പാർട്ടിയെ കാലത്തിനനുസരിച്ച് പണിതെടുക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയാൽ അതിനുള്ള ശ്രമം നടത്താലോ. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി കോഴിക്കോട്ടുനിന്ന്. അസ്ലം, പല കാര്യങ്ങളിൽ ഓപ്പണായി സംസാരിക്കുന്നു കെ.എം. ഷാജി. സതീഷിന്റെ നയനിലപാടുകൾക്കുള്ള അംഗീകാരവും ഒപ്പം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന കാര്യത്തിലുള്ളൊരു സമീപനം കൂടി പറയുന്നു കെ.എം. ഷാജി. അത് ലീഗിന്റെ അഭിപ്രായമായി കാണണമോ അല്ലെങ്കിൽ ഷാജിയുടേത് മാത്രമായി കാണണമോ എന്ന് കൂടുതൽ നേതാക്കളുടെ പ്രതികരണം വേണ്ടി വരും. എങ്കിൽ കൂടിയും ഷാജിയുടെ നിലപാടിനെ എങ്ങനെ കാണാം? ഒപ്പം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയുടെ ഭാവി കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എങ്ങനെയാണ്? കെ.എം. ഷാജിയുടെ ഒരു പ്രത്യേകത പറയാനുള്ളത് തുറന്നു പറയുമെന്നുള്ളതാണ്. അത് രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ തന്നെയും പാർട്ടിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണെങ്കിൽ തന്നെയും തുറന്നു പറയുന്ന ഒരു രീതിയാണ്. അദ്ദേഹം ഇപ്പോൾ ചില നിലപാടുകൾ അത് തുറന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആരായിരിക്കണം യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി എന്നുള്ളത് കോൺഗ്രസിലെ വളരെ ഹോട്ടായ ഒരു ചർച്ചയാണ്. യു.ഡി.എഫിലെയും പൊതുസമൂഹത്തിനിടയിലും വലിയ ചർച്ചയായി ഉയർന്നു വരുന്നു. ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ നിലപാടുകളുള്ള വി.ഡി. സതീശന്റെ നിലപാടുകളായിരിക്കണം നയിക്കേണ്ടതെന്ന് പറയുന്നതിലൂടെ വി.ഡി. സതീശനായിരിക്കണം യു.ഡി.എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു വെക്കുകയാണ് ശരിക്കും കെ.എം. ഷാജി ചെയ്തിരിക്കുന്നത്. അത് വെറുതെ ഒരു നേതാവിനോടുള്ള ഒരു താല്പര്യം എന്നതിനപ്പുറത്തേക്ക് നിലപാടുകൾ, അതായത് ലീഗിനകത്ത് അതാണ് കെ.എം. ഷാജിയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായി നമ്മളതിനെ
മനസ്സിലാക്കാൻ കഴിയില്ല. അതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ടെങ്കിൽ പോലും ലീഗിലെ പൊതുവായി തന്നെ ലീഗിലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത് വി ഡി സതീശന്റെ നിലപാടുകളാണ് ഗുണം ചെയ്യുന്നത്. UDF ഗുണം ചെയ്യുന്നത്, CPM-നെതിരായ ഫൈറ്റിൽ LDF സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ഗുണം ചെയ്യുന്നത്. അത് തുടർന്നു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അതിനുശേഷം UDF ഒരു സർക്കാരായി മുന്നോട്ട് പോകുമ്പോൾ പോലും കൃത്യമായ നിലപാടെടുത്ത് സംഘപരിവാർ വിരുദ്ധതയാണെങ്കിൽ തന്നെയും അതോടൊപ്പം തന്നെ പല വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഒരു കാഴ്ചപ്പാടുള്ള അഭിപ്രായങ്ങളുള്ള നിലപാടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ അത് കൃത്യമായി തന്നെ സതീശൻ നയിക്കണമെന്ന സൂചന പറയുന്നുണ്ട്. ഒരു ഉദാഹരണം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു മിനിയേച്ചർ ആണെന്ന് കൂടി പറയുന്നുണ്ട്. അതായത് കൃത്യമായ നിലപാടുള്ള പക്ഷേ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലൊക്കെ നമുക്ക് കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് കൃത്യമായ നിലപാട് പല കാര്യങ്ങളിലും എടുക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ BJP പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ പോകുമെന്ന് പേടിച്ചിട്ടോ സംഘപരിവാറിനെതിരെ നിലപാടെടുക്കാതിരിക്കാൻ പറ്റും. ആ അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ കൃത്യമായി തന്നെ സംഘപരിവാർ വിരുദ്ധത പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നു. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വരുമ്പോൾ സംഘപരിവാറിനെതിരായ നിലപാട് കൃത്യമായി പ്രഖ്യാപിച്ചു വരുന്നു. കേരളത്തിൽ അതിൻ്റെ ഒരു പതിപ്പായി വി ഡി സതീശൻ മാറിയിട്ടുണ്ട്. അതിന് വലിയ തോതിലുള്ള പിന്തുണ സമൂഹത്തിൽ നിന്നും മതേതര സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലപാടുകളായിരിക്കണം നയിക്കേണ്ടത് എന്ന് പറയുന്നതിലൂടെ ഈ ഒരു ചർച്ചകൾക്കിടയിൽ കൃത്യമായ നിലപാട് വി ഡി സതീശനാണ് ശരിയെന്ന് പറഞ്ഞു വെക്കുകയാണ് KM ഷാജി ചെയ്യുന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.